ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ബേബിക്ക് ഒരു ഫ്രോക്കാണ്. ഞാൻ മുമ്പ് ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സാരിയുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു. അപ്പോൾ ഈ ബ്ലൗസ് പീസിൽ നിന്നും ബാലൻസ് വന്നിരിക്കുന്ന ക്ലോത്ത് വെച്ചിട്ട് ബേബിക്കൊരു ഫ്രോക്ക് തയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ബാലൻസ് ക്ലോത്ത്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബേബിക്ക് ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത്. ജസ്റ്റ് ലൈനിങ് പീസിൽ മെഷർമെൻറ്റ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. നെക്കും ഷോൾഡറും ഒക്കെ കട്ട് ചെയ്തെടുക്കുക. അത് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ജസ്റ്റ് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിങ് ഇല്ലാത്ത പുറത്തുള്ള ഭാഗം മെയിൻ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നെക്കൊക്കെ കിട്ടും. ജസ്റ്റ് നെക്കൊന്നുകൂടെ പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അതിൻ്റെ യോക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ യോക്കിൽ തന്നെ അതിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് സിബ് വെക്കുക, അല്ലെങ്കിൽ ഒരു ഹൂക്ക് കൊടുത്താൽ മതിയാവും, ഒരു ബട്ടണ്. അതിനുവേണ്ടി ഒരു ചെറിയ ഒരു കട്ട് പീസ് എടുത്തിട്ട് ഒരു ഓപ്പൺ ബാക്കിൽ കൊടുക്കുക. ജസ്റ്റ് ഞാനൊരു ബട്ടൺ വയ്ക്കുന്നുണ്ട്. പിന്നെ താഴേക്കുള്ള ഭാഗത്ത് നമ്മൾ രണ്ട് ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഫ്രണ്ടിലെ പോർഷന് വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് എടുത്തിട്ട് അത് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ബാക്ക് പോർഷനും അതുപോലെ സെപ്പറേറ്റ് ഒരു ഫാബ്രിക് എടുത്തിട്ട് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. പിന്നെ യോക്കിൽ ഞാൻ ഫ്രണ്ടിലൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു പട്ടിൻ്റെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. സ്ലീവ്സിലും ഗ്രീൻ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യോക്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ഇച്ചിരി ഒരു 1/2 ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ടാണ് അടിച്ചു കൊടുത്തത്. പിന്നെ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലോങ് പീസ് ഫാബ്രിക് ഒരു 2 ഇഞ്ചൊക്കെ വീതിയിലെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവ്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തെടുത്ത് ജസ്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും സ്ലീവ്സ് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇച്ചിരി നീളമുള്ള ഫാബ്രിക്കാണ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും. കുറച്ച് പ്ലീറ്റ്സ് മതിയെങ്കിൽ നീളം കുറച്ചെടുത്താൽ മതിയാവും. ഞാൻ 1-2 കട്ട് പീസസ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പ്ലീറ്റ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ സ്റ്റിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് പുറത്ത് വശത്തുകൂടെ ഒന്നുകൂടെ അത് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും സ്ലീവ്സ് കറക്റ്റായിട്ട് ഇടുമ്പോൾ ഇരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്ലീവ്സ് ഇങ്ങനെ പൊന്തി നിൽക്കും. കാരണം ഒരുപാട് പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് പൊന്തി നിൽക്കും. അപ്പോൾ ജസ്റ്റ് പതിച്ചടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഡൗൺ പോർഷനും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്ലീറ്റ്സ് എടുത്തെടുത്ത് മടക്കി നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് വീതിയിലുള്ള ക്ലോത്ത്സ് ആണെങ്കിൽ ഒരുപാട് പ്ലീറ്റ്സ് എടുക്കാം. കുറച്ചേ ഉള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് സെൻറ്ററിലൊരു 2-3 പ്ലീറ്റ്സ് എടുത്തിട്ട് അതിങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് മടക്കി എടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക.